ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മൾ ദശകം 91 ആണ് എത്തിയിരിക്കുന്നത്. ഭക്തി മഹത്വം. ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവിധത്തിലുള്ള ശക്തിയും ആർജിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ വലിയ സത്യം ഓരോ ദശകങ്ങളിൽ കൂടിയും പറഞ്ഞ് നമ്മളെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ശ്രീമൽപത്തൂർ ഭട്ടതിരിപ്പാട്. നമുക്ക് ഇവിടെ ഉദാഹരണങ്ങളിൽ കൂടി ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ ദശകത്തിൽ കൂടി ഒന്ന് സഞ്ചരിക്കാം. ആദ്യം നമുക്കതൊന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 91 ഭക്തി മഹത്വം. ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേർമർത്യസ്യാർത്ഥസ്യ മന്യേ വ്യവസരതി ഭയം യേന സർവാത്മനൈവ യത്താവത് ത്വത്പ്രണീതാനിഹ ഭജനവിധീനാസ്തിദോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷസ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി. ജാത്യാപീഹ സ്വഭാഗസ്ത്വയി നിഹിതമന കർമ്മവാഗീന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാ ത്വത്പദാദ് വിപ്രവർയ. ഭീതിർനാമദ്വിതീയാദ്ഭവതി നനു മനഃകൽപ്പിതം ച ദ്വിതീയം തേനൈകഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം. മായാവിദ്ധേതു തസ്മിൻ പുനരപി ന തഥാ ഭാതി. മായാധിനാഥം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശ ഭീതിം വിജഹ്യാം. ഭക്തേരുത്പത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം. ശ്രിയ ഇവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോ ദേവ ഭൂയാൻ മമ ഖലു സതതം. തന്മുഖാദുന്മിഷദ്ഭി ത്വന്മാഹാത്മ്യപ്രകാരേർഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയദ പ്രദ്രുതം പ്രദ്രുതാത്മാ. ഉദ്യദ്ധാസ കദാചിത് കുഹചിദഭിരുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യന്നയി കുരു കരുണാം ലോകബാഹ്യശ്ചരേയം. ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി യമിദമദിത്വന്മയാന്യാനമാനി. ത്വത്സേവായാം ഹി സിദ്ധ്യന്മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗ ത്വത്തസ്യാവബോധോ ബിജ ഭുവനപതേ യജ്ഞഭേദം വിനൈവ. നോ മുഹ്യൻ ക്ഷുത്രിടാദ്യർഭവസരണി ഭവൈസ്ത്വന്നിലീനാശയത്വാത്. ചിന്താസാതത്യശാലീ നിമിഷലവമദ്വി ത്വത്പദാദപ്രകമ്പ. ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിതോ മായികത്വാവബോധാത്. ജ്യോത്സ്നാഭിത്തുന്നഖേന്ദോരധിക ശിശിരിതേനാത്മനാ സഞ്ചരേയ. ഭൂതേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ നാധികാരോധുനാ ചേത്. ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷു കൃപാദിഷു ഭൂയാദുപേക്ഷ. അർച്ചായാം വാ സമർച്ചാ കുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ. ത്വത്സംസേവീ തഥാപി ദ്രുതമുപലഭതേ ഭക്തലോകോത്വമത്വം. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുദാദ്യാത്മനാ വിക്ഷിപന്തി
ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാമാഭിഭൂന്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്തി ത്വത്പാദേ ഭക്തിരേവേത്യവദതയി വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹമാചാര്യവർയാദ് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുദ്ഭവദ് ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാ ശേഷരോഗാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇവിടെ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരുടെ അല്ലെങ്കിൽ സാധാരണ ഭക്തന്മാരുടെ കാര്യങ്ങള്, കാരണം നമ്മള് കുടുംബം, നമ്മുടെ മക്കള്, ഭർത്താവ്, ഭാര്യ, അല്ലെങ്കിൽ അർത്ഥപുത്ര കളത്രാദികൾ എന്നാണ് അതിൽ ഭ്രമിച്ച് ജീവിക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് ഭഗവത് ഭക്തി പോലെ ഗുണം നൽകുന്നതായിട്ടുള്ള മറ്റൊന്നുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. അത് ചിലപ്പോഴൊക്കെ നമുക്കിത് വായിക്കുമ്പോൾ തോന്നും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സ്വന്തം കഥ തന്നെ ഉദാഹരണമാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരാണോ. അപ്പൊ ഒരു അനുഭവസ്ഥനാണ് പറയുന്നതെന്ന് വെച്ചാൽ ആ പറച്ചിലിനെ അല്ലെങ്കിൽ ആ പറഞ്ഞു തരുന്ന വിധം അത് വളരെ ശക്തിയുള്ളതായിരിക്കും. കാരണം എന്ത് സംഗതിയും അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. എല്ലാ ഭാവങ്ങളും ഇപ്പോ വളരെ സുകുമാര കലകളായിട്ടുള്ള നൃത്തം, സംഗീതം അതൊക്കെ ആണെങ്കിലും അത് നമ്മൾ ആദ്യം അനുഭവിക്കണം. അതിനുശേഷം വേണം നമ്മളത് ആളുകൾക്ക്, കാണികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ അനുഭവിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട്. കാരണം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ തന്നെ ഉദാഹരണ സഹിതമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നിവി നവയോഗി സംവാദം. ഒരു രാജാവിന്റെ അടുത്തേക്ക് നവയോഗികൾ എത്തി. അവര് ധാരാളം സംഗതികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിന്റെ ഓരോ സാരാംശമായിട്ട് ഇവിടെ നമുക്കിത് മനസ്സിലാക്കാം. അത് മേൽപ്പത്തൂരിന്റെ വാക്കുകളിൽ കൂടി സാധാരണക്കാരായി നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന വിധത്തില് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്, അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാന്റെ മുന്നിലിരുന്ന് ഭഗവാനോട് സംവദിക്കുന്ന പോലെയാണല്ലോ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയ രചന നടത്തുന്നത്. അപ്പോ പറയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദങ്ങളെ ഭജിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. മർത്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന അർത്ഥം പറയാം. മർത്യൻ എന്ന് പറഞ്ഞാല് മരണത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആരെയും മർത്യൻ എന്ന് പറയാം. നമുക്കൊക്കെ മരണം എന്താ പറയാ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ അത് തന്നെ ഒരു ദുഃഖമാണ്. മരണം എന്നുള്ളത്, മരണഭയം, ഏറ്റവും വലിയ ഭയം മരണഭയമായിട്ടാണല്ലോ പറയാം. അപ്പൊ മരണമുണ്ടെന്ന്, നമുക്കൊക്കെ മരണമുണ്ട്, നമ്മളൊക്കെ ജനിച്ചാൽ മരിക്കും എന്നുള്ള കഥകളൊക്കെ നമ്മൾ സ്വന്തം വലിയ ഫിലോസഫിയൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ ആർക്കെങ്കിലും മരണം സംഭവിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുമ്പോ നമ്മള് അതൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. അപ്പോഴൊക്കെ നമ്മൾ ആർത്തരായി തീരുന്നതാണ് ചെയ്യുക. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഖിലാത്മൻ എന്നാണ് ഭഗവാനെ സംബോധന ചെയ്തിട്ടുള്ളത്. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായിട്ടുള്ള, ദേവന്മാരെ പോലും അനുഗ്രഹിക്കുന്ന, അപ്പൊ ദേവദേവനായിട്ടുള്ള, എല്ലാവരുടെയും നാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ഇവിടെ എന്തുകൊണ്ടാ ദുഃഖം ഉണ്ടാകുന്നത് എന്നാ പറയുന്നത്? എല്ലാ വസ്തുക്കളും, ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കളൊക്കെ ഉള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് അതിൽ ഭ്രമിച്ച് ജീവിക്കുന്ന മർത്യൻ. അപ്പൊ നമ്മളുടെ ഈ
ഈ ശരീരം അല്ലെങ്കിൽ ഈ ജീവിതം ഇതൊന്നും നമുക്ക് ശാശ്വതമായിട്ടുള്ളതല്ല. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള്, നമ്മളുടെ സമ്പത്ത്, എല്ലാം എല്ലാം നശിച്ചു പോകുന്നതാണ്. എന്നിട്ട് പോലും നമ്മൾ അതൊക്കെ സത്യമാണ്, ഈ ലോകം സത്യമാണ്, ഈ ലോകത്തിൽ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് വിചാരിച്ചിട്ട് സത്യമായിട്ടുള്ള ഭഗവാനെ പലപ്പോഴും നമ്മള് മനസ്സിൽ നിന്ന് മാറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിനെ, ആ ഒരു ഭാവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ നമ്മളുടെ അറിവില്ലായ്മയാണത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആർത്തരായി തീരുന്നത്, സങ്കടങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ്. മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പൊ ജനിച്ച നിമിഷം മുതൽ മരണത്തിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഓരോ പിറന്നാള് വരുമ്പോഴും ആ ജീവിതത്തിന്റെ ഓരോ സന്ദർഭം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തുകയാണ്, മരണത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മളുടെ മനസ്സ് അത് സമ്മതിച്ചു തരില്ല. നമ്മൾ ഇങ്ങനെ ജീവിക്കും, കുറെ കാലം ജീവിക്കും എന്നുള്ള ഒരു സമാധാനത്തിലാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇതൊക്കെയാണ് ജീവിതം. കുറെ സമ്പത്ത്, കുറെ സുഹൃത്തുക്കള്, പിന്നെ എല്ലാ കാര്യങ്ങളും, അറിവ് സമ്പാദിക്കുക, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷെ ഏറ്റവും കൂടുതലായി, ഏറ്റവും ആത്യന്തികമായിട്ടുള്ള അറിവ് ഭഗവാന്റെ പാദഭജനം, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സർപ്പിച്ചിട്ടുള്ള ഒരു ഭക്തന് വേറെ ഒന്നിനെ പറ്റിയും ഭയമില്ല. കാരണം അവിടെ അത് എപ്പോഴും ആശ്രയിക്കാവുന്ന, മാറ്റമില്ലാത്തത്, നിഷ്കമ്പേ നിത്യപൂർണേ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ ആശ്രയിക്കുന്ന, പൂർണ്ണ മനസ്സോടെ ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു ഭക്തന് ഭയം ഉണ്ടാവില്ല. ആ ഭയം അകറ്റാനുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഉപാധിയാണ് ഭക്തി എന്നുള്ളത്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഭയങ്ങളും നീങ്ങുവാൻ വേണ്ടത് ഭക്തി മാത്രമാണ്. അപ്പോ എന്നിട്ട് പറയാണ്, ഇപ്പോ ഒരു ഭക്തനായിട്ടുള്ള ഒരാള്, അദ്ദേഹത്തിന് വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ, ശാസ്ത്ര ഗ്രന്ഥങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് വിശിഷ്ട ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അറിവുകള് ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി, ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പല വഴികളാണ്. എങ്ങനെ സഞ്ചരിച്ചാലാണ് ഈ ജീവിതം മുന്നോട്ട് നമുക്ക് ഈ ഭവസാഗരം തരണം ചെയ്യാൻ സാധിക്കാന്ന് ആർക്കും അറിയില്ല. അപ്പൊ പറയാണ്, ഭക്തനായിട്ടുള്ള ഒരാള് കണ്ണ് കെട്ടിക്കൊണ്ട് ആ ഓടുകയാണെന്ന് വെച്ചാലും, ആ ഇരുണ്ട വഴികളിൽ കൂടി ഓടുകയാണെങ്കിലും തട്ടിത്തടഞ്ഞു വീഴില്ല എന്നാണ്. അപ്പൊ അതിന്റെ ആ ലിറ്ററൽ മീനിങ്, ആ വാക്കുകളുടെ അർത്ഥമല്ല നമ്മൾ എടുക്കേണ്ടത്. അപ്പോ നമ്മുടെ ജ്ഞാനം കൊണ്ട് നമ്മളുടെ ഉൾക്കണ്ണ് തുറന്നിട്ടില്ല എങ്കിലും നമ്മളിൽ ഭക്തി രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ, ആ ഭക്തി കൊണ്ട് തന്നെ, ആ ഭക്തിയുടെ പ്രകാശത്തിൽ കൂടി തന്നെ നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാ ഭയങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ഔഷധം എന്നുള്ളതാണ് ഭക്തിയെ പറ്റി പറയുന്നത്. അപ്പോ ഓരോ ഇന്ദ്രിയങ്ങളിലെ ഭ്രമിച്ച് എന്ന് പറയുമ്പോൾ, ഇന്ദ്രിയങ്ങൾക്കൊക്കെ ദേവതകളുണ്ട്. കണ്ണിന്റെ ദേവതയായിട്ട് പറയുന്നത് സൂര്യനെയാണ്. നാവിന്റെ ദേവതയായിട്ട് 2 ദേവതമാരെ പറയും. രുചി, നാവിന് രുചിയും പിന്നെ അതുപോലെ സംസാരം ഉണ്ടല്ലോ. അപ്പോ വരുണദേവനെയാണ് രുചിയുടെ ദേവതയായിട്ട് പറയുന്നത്, നാവിന്റെ ദേവതയായിട്ട് പറയുന്നത്. പിന്നെ വാക്കുകള്, അത് അഗ്നിയായിട്ടാണ് പറയുക. അപ്പൊ ഇതിനൊക്കെ, ഈ ദേവന്മാരെയൊക്കെ, അവരുടെ എല്ലാം മുകളിലുള്ള ദേവനാണ് എല്ലാവരുടെയും അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ. അത് ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാണ്. അപ്പൊ ഈ മായാകൽപിതമായിട്ടുള്ള ഈ ലോകത്തില് നമ്മളിങ്ങനെ മായയിൽ ഭ്രമിച്ചിട്ട് ഇതാണ് ഈ സമ്പത്ത്, ഒരുപാട് സമ്പാദിക്കണം, അല്ലെങ്കിൽ പല പല സംഗതികൾ നമ്മൾ ആർജിക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ അതിനു വേണ്ടിയുള്ള ഓട്ടമാണ് നമ്മള്. അപ്പോഴൊക്കെ നമുക്ക് ബലം തരുന്നത്, നമ്മള് ശക്തി ആർജിക്കേണ്ടത് ഭക്തിയിൽ കൂടിയാണ്. അപ്പൊ ഇതൊന്നും വേണ്ട, സമ്പത്ത് അല്ലെങ്കിൽ അറിവ്, ജ്ഞാനം, ഇതൊക്കെ നമ്മൾ സമ്പാദിക്കേണ്ടതാണ്. പക്ഷെ ഏറ്റവും ആദ്യം ആ ഭക്തി എന്നുള്ള ആ
ഫൗണ്ടേഷൻ അത് നമ്മൾ വളരെ കൃത്യമാക്കണം. അങ്ങനെ വന്നാൽ പിന്നെ ഒന്നിനെ പറ്റി നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഭഗവാന്റെ അർപ്പണ ബുദ്ധിയോടുകൂടി ഭഗവാനിൽ മനസ്സർപ്പിച്ച് ചെയ്യുന്ന കർമ്മം അത് എപ്പോഴും മഹത്തരമായി തീരാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കായേന വാച മനസ്സ എല്ലാം. അപ്പൊ നമ്മള് ആ കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആ ശ്ലോകം നമ്മൾ എപ്പോഴും ചൊല്ലുന്നതാണ്. അതിന്റെ ഒരു വിശദീകരണമാണ് ശരിക്കു പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ആ എല്ലാ കർമ്മങ്ങളും അത് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുക, സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഉന്നത കുലജാതരായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവര്. അപ്പൊ ശ്വപാക എന്ന് പറഞ്ഞ ശ്വപാകൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വനമാല വ്യാഖ്യാനത്തില് നായാടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു നായയെ കൊന്ന് അതിനെ പോലും ഭക്ഷിക്കുന്ന ആളുകള് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊരു നീചപ്രവൃത്തിയായിട്ട് തോന്നാം. പക്ഷേ അവരും എല്ലാ പ്രവൃത്തികളും മനസ്സും വാക്കുകളും ഇന്ദ്രിയങ്ങൾ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ചെയ്യുന്ന ആളും ഒരു ഭക്തനാണെങ്കിൽ ആ ഭക്തൻ ലോകത്തിനെ പരിപാവനമാക്കുന്നു. പുനീതേ എന്ന് പറഞ്ഞപ്പോ പരിപാവനമാക്കുന്നു എന്നാണ്. അപ്പോ ശിവാനന്ദ ലഹരി സുബ്രഹ്മണ്യൻ സാറ് പഠിപ്പിച്ചു തന്നപ്പോ അതില് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രാകൃതനായിട്ടുള്ള ഒരാള്, അപ്പൊ അദ്ദേഹത്തിന് ഒരു മൂർത്തി ലഭിച്ചു. അപ്പൊ ആ മൂർത്തിയെ പൂജിക്കാൻ ഒന്നും അറിയില്ല, എങ്ങനെയാണ് പൂജാവിധികൾ ഒന്നും അറിയില്ല. അപ്പൊ ആദ്യം ആ മൂർത്തിയെ അഭിഷേകം ചെയ്യണം, ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം എന്ന് എങ്ങനെയോ തോന്നിയിട്ടുണ്ടാവും. അപ്പോ കയ്യിലൊന്നുമില്ല, അവിടെ അടുത്തൊരു നദിയുണ്ട്. അപ്പൊ ആ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം. അപ്പോ വായയില് വെള്ളം നിറച്ചിട്ട് കൊണ്ടുവന്നു എന്നാണ്. വായയില് വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ട് ആ വിഗ്രഹത്തിന്റെ മുകളിലേക്ക് തുപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു എന്നാണ്. പക്ഷെ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അത് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പൂർണ്ണ മനസ്സോടു കൂടിയിട്ടാണ്. കാരണം ആ വിഗ്രഹത്തെ കുളിപ്പിക്കണം, അതിനെ അഭിഷേകം ചെയ്യണം എന്നുള്ള ഒറ്റ ഭാവത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഭക്തിയാണ് അവിടെ, ഭക്തിയുടെ നിറവിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ജനിച്ച വംശമല്ല, ആ ഏത് പ്രവൃത്തിയാണോ ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകള് അവര് ഈ ലോകത്തെ തന്നെ അവര് സ്വയം പരിശുദ്ധരാവാണ്. അവര് ജീവിക്കുന്ന ഈ ലോകവും പരിശുദ്ധമായി തീരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വലിയൊരു തത്വം പറഞ്ഞിട്ട് അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു കഥ, ഒരു മാംസം വിൽക്കുന്ന ഒരാളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ധർമ്മവ്യാധന്റെ കഥ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്വകർമ്മം അനുഷ്ഠിക്കുന്നത് അത് ഭഗവാന്റെ സ്മരണയോടുകൂടിയാണ്. അപ്പൊ അയാള് ചെയ്യുന്നത് തെറ്റല്ല എന്നാണ്. അപ്പം ഓരോ സംഗതികളും അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റല്ല അത് തെറ്റല്ല ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഏത് സംഗതി ചെയ്യുമ്പോഴും അത് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുമ്പോൾ അത് ഭഗവാനുള്ള ഒരു പൂജയായി മാറുകയാണ്, അല്ലെങ്കിൽ ഭഗവത് സേവയായി മാറുകയാണ്. അപ്പോ അതാണ് ഭക്തന്റെ പ്രത്യേകത. പിന്നീട് പറയുന്നത് ഭയം ഇല്ലാതെയാക്കാൻ, ഭഗവത് ഭജനം കൊണ്ട് ഭയം അകലും എന്നാണ് 1-ാം ശ്ലോകത്തിൽ പറഞ്ഞു. അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഭയം ഉണ്ടാകുന്നത് എപ്പോഴും രണ്ടാമതൊരു വസ്തു ഉണ്ട് എന്ന് പറയുമ്പോഴാണ്. അപ്പൊ നമ്മളൊരു മുറിയിൽ ഇരിക്കുകയാണ്, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, സുരക്ഷിതമായിട്ട് നമ്മളുടെ മുറിയില് നമ്മൾ വാതിലൊക്കെ അടച്ച് സുരക്ഷിതമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ആരുമില്ല. പക്ഷെ അപ്പോഴും നമുക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ മനസ്സില് ആ രണ്ടാമതൊന്നും ഇവിടെ എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ആ ഭയം ഉണ്ടാവുന്നത്. അപ്പോ പിന്നെ ഈ മരണഭയം എന്നുള്ളത് മനസ്സുകൊണ്ട് നമ്മൾ ആ മരണത്തിനെ അംഗീകരിക്കില്ലല്ലോ. അതുകൊണ്ടും കൂടിയാണ് എപ്പോഴും ഈ ഭയം
ആത്യന്തികമായിട്ടുള്ള ഭയം മരണഭയം തന്നെയാണ്. അപ്പൊ ബുദ്ധി കൊണ്ട് മനസ്സിനെ നമ്മൾ ഉപദേശിക്കണം എന്നാണ്. ഇതൊക്കെ രൂപാന്തരങ്ങളാണ്, ഇതല്ല സത്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ അങ്ങനെ ഭയം ക്രമേണ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ട് ഉണ്ട്. അഭ്യാസശീലെന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അപ്പൊ മനസ്സില് ഈ മായ ബാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പല പല വിചാരങ്ങളൊക്കെ വരുന്നത്. അപ്പൊ മായയുടെ അധീശനായിട്ടുള്ള ആളാണ് ഭഗവാൻ. മായ ഭഗവാന്റെ അധീനതയിലാണ്. അപ്പൊ മായ പോലും ഭഗവാനെ ഭജിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള മായയുടെ ഈശനായിട്ടുള്ള, മായയുടെ അധീശനായിട്ടുള്ള ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ മായയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇവിടെ എന്തുകൊണ്ടാ ഭയം ഉണ്ടാവണേ എന്നുള്ളതിന് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. കയറ് സർപ്പം, ഇത് രണ്ട് ഉദാഹരണങ്ങൾ പറയും. കാരണം ഒരു കയറ് കിടക്കുന്നുണ്ട്, അവിടെ ശരിക്കും വെളിച്ചമില്ല. ആ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് അത് പാമ്പാണെന്നൊരു തോന്നല് മനസ്സിൽ വന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട്, ആ വെളിച്ചം എന്നുള്ളതിന് ആ ജ്ഞാനത്തിന്റെ പ്രകാശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ആ ഭയം ഉണ്ടായത്. അപ്പൊ അവിടെ ശരിക്കും ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടെന്ന് തോന്നിയിട്ട് അതിൽ നിന്ന് ഭയം ഉണ്ടാവുകയാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? അജ്ഞത കൊണ്ട് തന്നെയാണ്. അപ്പൊ അജ്ഞത നീക്കാനായിട്ടുള്ള ഒരു പ്രധാന കാര്യവും ഭക്തി എന്നുള്ളത് തന്നെയാണ്. ഭക്തി വരുമ്പോ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഭഗവാന്റെ കഥകളെ പറ്റി അറിയാനും പഠിക്കാനും ഒക്കെ അതൊക്കെ അറിയുമ്പോ നമ്മളിലുള്ള ആ ഭയവും നീങ്ങാണ്, നമ്മളിലെ ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യാണ്, നമ്മുടെ ഉൾക്കണ്ണ് തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭക്തി കൊണ്ട് ഭയം നീങ്ങുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാണ്. അപ്പൊ ഭക്തി വർദ്ധിക്കാനും ഭക്തി ഉണ്ടാവാനും അത് വർദ്ധിക്കാനും എന്താണ് മാർഗം, അതിനുള്ള ഉപായം എന്താണെന്നാണ് പിന്നീട് പറഞ്ഞു തരുന്നത്. അതിനുള്ള പ്രധാന ഉപായം അല്ലെങ്കിൽ മാർഗം സത്സംഗം എന്ന് തന്നെയാണ്. നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, അല്ലെങ്കിൽ സത്സംഗം എന്നുള്ളത് ആളുകളായിട്ടുള്ളത് മാത്രമല്ല, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല സംഗതികളെ കേൾക്കുക, ഇതൊക്കെ സത്സംഗം തന്നെയാണ്. അപ്പോ ഇവിടെ ഉദാഹരണം പറയാണ്. അപ്പൊ സമ്പത്തുള്ള ആളുകളുടെ കൂട്ടത്തിൽ കൂടിയാല് സമ്പത്ത് ഉണ്ടാവുന്ന, അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നല്ല ശരിക്കും മണി മാനേജ്മെന്റ് അറിയുന്ന ഒരാളുടെ കൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ സമ്പത്തിനെ സംരക്ഷിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുപോലെ തന്നെയാണ് ഒരു ഭക്തന്റെ കൂടെ കൂടുമ്പോ വേറൊരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഭക്തിയില് കാര്യമായിട്ടുള്ള ഭക്തിയൊന്നും അദ്ദേഹത്തിൽ ഉദിച്ചിട്ടില്ലെങ്കിൽ ഭക്തി വർദ്ധിക്കാനും ഈ ആള് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ കുട്ടികളെ ചെറുപ്പത്തില് ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത്, ആ കുട്ടികളുടെ സ്വഭാവം പഠിക്കും. അതുകൊണ്ട് നല്ല കുട്ടികളായിട്ട് കൂട്ടുകൂടണം എന്നൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ പറയും. ഇതാണ് കാരണം. ആരായിട്ടാണോ നമ്മൾ സംസർഗം ഉണ്ടാകുന്നത്, അപ്പൊ അവരുടെ സ്വഭാവം, അല്ലെങ്കിൽ അത് നമ്മളിൽ കുറച്ചൊക്കെ സ്വാധീനം ചെലുത്താനുള്ള സന്ദർഭങ്ങൾ ധാരാളമായിട്ടുണ്ട്. രണ്ടു വിധത്തിലും ഉണ്ടാവാം, നല്ലതും ചീത്തയും രണ്ടു വിധത്തിലും ഉണ്ടാവാം. അപ്പോ അങ്ങനെ മാത്രമേ നമുക്ക് സത്സംഗങ്ങളിൽ കൂടി മാത്രമേ പുണ്യം ആർജിക്കാൻ സാധാരണക്കാർക്ക് സാധിക്കുള്ളൂ. അപ്പൊ എനിക്ക് എപ്പോഴും സത്സംഗം അല്ലെങ്കിൽ നല്ല ആളുകളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിലെ ഒരു പ്രതിജ്ഞ പോലെ ചെയ്തു, ഞാൻ ഭക്തി വളർത്തിക്കോളാം എന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ എടുത്തു. അപ്പൊ ഇവിടെയും ഇതും ഒരു പ്രാർത്ഥനയാണ് ഭഗവാനോട്. ഭഗവാനെ, നല്ല ആളുകളുമായിട്ടുള്ള ഒരു സംസർഗം എനിക്ക് ഉണ്ടാവണേ. അപ്പൊ ഞാൻ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നല്ല ആളുകളുമായിട്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. പിന്നീട് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള ഭക്തന്റെ സ്വഭാവമാണ് വിവരിക്കുന്നത്. അപ്പൊ ഏറ്റവും പുരുഷാർത്ഥങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് മോക്ഷം. പല മാർഗങ്ങളുണ്ട്. അപ്പൊ അതില് മോക്ഷം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഭക്തി മാർഗത്തിൽ കൂടി സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഭക്തി മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനോ അവരോട് അസൂയ തോന്നാനോ അല്ലെങ്കിൽ കോപം തോന്നാനോ
ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഉള്ളിലെ ഭക്തി നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും ഒക്കെ ഒരു ശുദ്ധമാവാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വേറൊരാളിന് ദോഷം കാണാൻ സാധിക്കില്ല. അപ്പൊ അയാള് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ മറ്റൊരാളുടെ കുറവുകളെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അതൊരു വിമർശന ബുദ്ധിയോട് കൂടിയിട്ടല്ല. അപ്പൊ ആ കേൾക്കുന്ന ആൾക്ക് അത് സന്തോഷമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് വരിക. അപ്പൊ അങ്ങനെ അതാണ് ഭക്തിയുടെ പ്രത്യേകത. എല്ലാം ഭഗവത്മയമായിട്ട് കാണാനുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു വീക്ഷണത്തിലേക്കാണ് നമ്മൾ ഉയരുന്നത്. അങ്ങനെ വരുമ്പോ ഇയാള് നല്ലതല്ല, ഇയാള് ചിത്തയാണ്, ഇയാൾ പറയുന്നത് ശരിയല്ല, അങ്ങനെയുള്ള ഒന്നും സംഭവിക്കില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഭഗവാന്റെ അവതാര കഥകളെ തിരുനാമങ്ങളെയൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ മനസ്സില് എപ്പോഴും ഒരു അലിവ്, ഒരു കരുണ, ഒരു ആർദ്രത നമുക്കുണ്ടാവും. എപ്പോഴും എന്തെങ്കിലും കാണുമ്പോ ഓ ഭഗവാനെ ഇങ്ങനെ ആർക്കും വരുത്തരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാവാൻ ഉണ്ടാവും ഭക്തനാണെങ്കിൽ. പിന്നെ അതുപോലെ ചില ആളുകള് ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു എന്ന് വെക്കുക. അപ്പോ നമ്മുടെ ഉള്ളില് ഭക്തിഭാവം നിറഞ്ഞിരിക്കുമ്പോ ശരിക്ക് അവരോട് നമുക്ക് ദേഷ്യമല്ല തോന്നേണ്ടത്. അവരോട് വി ഷുഡ് ഫീൽ പിറ്റി ഫോർ ദം. അവരോട് നമുക്കൊരു കരുണയാണ് തോന്നേണ്ടത്. ഭഗവാനെ, അവര് ഈ സന്ദർഭത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ സംസാരിക്കുന്നത് എന്ന് തോന്നാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് സംഭവിക്കുകയാണ്. അത് എത്ര ഭാഗ്യാന്നറിയോ. പിന്നെ ഒരു ചില ഭക്തന്മാരുടെ ചില അവസ്ഥകള്, ചിലരൊക്കെ ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറയുമ്പോ പൊട്ടിക്കരയും, പൊട്ടിച്ചിരിക്കും, ചിലപ്പോ അട്ടഹസിക്കും, ചിലപ്പോ ഒരു ഭ്രാന്തനെ പോലെ തുള്ളിക്കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെ കാണുന്ന സാധാരണക്കാരായ ആളുകൾ പറയും അയാൾ ഒരു ഭ്രാന്തനാണെന്ന് പറയും. പക്ഷെ അത് ഒരു ഭക്തിയുടെ ലഹരിയാണ് എന്നുള്ളത് ആ ഭക്തി അനുഭവിച്ചവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ആരെങ്കിലും നാരായണീയ പാരായണത്തെ ചെയ്യുമ്പോ ചിലപ്പോഴൊക്കെ ചിലരുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും സ്വാഭാവികമാണ്. ഭക്തിയുടെ ഒരു ഭാവം തന്നെയാണ് അതൊക്കെ. അപ്പൊ സാധാരണക്കാർ ചിലപ്പോ ഒരു ഭ്രാന്തനാന്ന് പറഞ്ഞൊന്നും ഇരിക്കും. പക്ഷെ അതൊക്കെ വിട്ടുകളയ. അങ്ങനെ പറയുന്നവരെ അവർക്ക് ഇനിയിപ്പോ അവരെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും പോണ്ട. പക്ഷെ പതുക്കെ കാലക്രമേണ അവരും ഇതുപോലെ തന്നെ ആ ഭക്തിഭാവത്തിലേക്ക് വരണേ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ആ ഭക്തിയുടെ പാരമ്യത്തില് പ്രപഞ്ചം മുഴുവൻ ഭഗവന്മയമായിട്ട് തോന്നുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാം ജ്ഞാനം, വൈരാഗ്യം എല്ലാം ഉദിക്കുകയാണ് നമ്മുടെ ഉള്ളില്. നമുക്ക് പിന്നെ കൂടുതൽ സാധനങ്ങൾ എങ്ങനെ എക്വയർ ചെയ്യണം, ഇതും വേണം അതും വേണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കുറച്ച് കുറഞ്ഞു വരും. അതുപോലെ ജ്ഞാനം, അപ്പം നമ്മൾ ജ്ഞാന സമ്പാദനത്തിന് നമുക്ക് വിശിഷ്ടമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാനും, അപ്പോൾ ഓരോ പ്രഭാഷണങ്ങളോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓരോ സംഗതികളെ പറ്റി മനസ്സിലാക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും നമ്മൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ വ്യഗ്രത ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോ നമ്മളിലെ അറിവ് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെയുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് നമ്മൾ എത്തും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല പുസ്തകം വായിക്കാനുള്ള ഒരു സന്ദർഭം നമുക്ക് ലഭിക്കും. അതൊക്കെ ഈ ഭക്തിയുടെ പ്രാധാന്യങ്ങളാണ്. ഇതൊക്കെ ഭക്തി ഉണ്ടാവുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോ നമുക്ക് വേണ്ടത് ഭക്തി മാത്രമാണ്. പിന്നെ അപ്പൊ ഈ ഭക്തിയുടെ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് മാറും, നമുക്കൊരു സന്തോഷം ഉണ്ടാവും, വയറ് നിറഞ്ഞാൽ ഒരു സംതൃപ്തി നമുക്കുണ്ടാവും, നമ്മുടെ ശരീരത്തിനും അത് നല്ലതാണ്. അപ്പൊ അതുപോലെയാണ് ഭക്തി എന്നുള്ളത്. ഭക്തി കൊണ്ട് നമ്മളിലെ ഒരു ശുദ്ധീകരണം നടക്കുകയാണ്. അതും പോരാതെ നമുക്ക് ജ്ഞാനം ആർജിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവുകയാണ്. പിന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇതൊന്നും ഒരു സങ്കടമല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കും കൂടി നമ്മൾ എത്താണ്. അപ്പൊ ഭക്തി കൊണ്ടുള്ള ഭാഗ്യങ്ങള് എത്രയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അത്രയ്ക്കും അധികം ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് ഭക്തി കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങൾ. അങ്ങനെ ഇവിടെ ഉദാഹരണങ്ങൾ
പറഞ്ഞിട്ടുണ്ട്. പക്ഷികളും മത്സ്യങ്ങളും മൃഗങ്ങള് മനുഷ്യര് ബന്ധുക്കള് ശത്രുക്കള് അങ്ങനെ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള സകല പ്രപഞ്ചത്തെയും ഏക മനസ്സോടുകൂടി നമസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാറ്റിനെ കാണുമ്പോഴും എല്ലാം ഭഗവത്മയമാണ് എന്നുള്ള ആ വലിയൊരു അവസ്ഥ അതിലേക്ക് നമ്മൾ എത്തിച്ചേരാണ്. അതും ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി. അപ്പൊ ഇതൊന്നും വേറെ വേറെ അല്ല, ഇതെല്ലാം ഭഗവാനാണ്. ഒരു ചെടി, ഒരു വൃക്ഷം, അത് അത് കാണുമ്പോ അതും ഭഗവാനാണ്, ഭഗവാന്റെ രൂപമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ വേറൊരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുമ്പോ നമുക്ക് അതിനെ വെട്ടി നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ചീത്തയാക്കാനോ തോന്നില്ല. അതുപോലെ തന്നെ ജലാശയങ്ങള് അല്ലെങ്കിൽ എല്ലാ സംഗതികളും എല്ലാം ഭഗവത്മയമായിട്ട് കാണാനുള്ള ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന അതിന്റെ ആദ്യത്തെ പടിയാണ് ഭക്തി എന്നുള്ളത്. പിന്നെ ഒരു ഉത്തമ ഭക്തന്റെ സ്വഭാവമാണ് വിവരിക്കുന്നത്. ഭഗവാനിലെ മനസ്സ് അലിഞ്ഞ് ഭഗവാനിൽ മനസ്സ് അർപ്പിച്ച ഒരാൾക്ക് അതിൽ നിന്ന് പിന്നെ മാറ്റമില്ല. ഒരിക്കൽ ആ ഭക്തിയുടെ ആ രസം, ആ അമൃത് അല്പമെങ്കിലും അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറില്ല. ഒരിക്കലും അതിൽ നിന്ന് ചഞ്ചലം ഉണ്ടാവില്ല. പിന്നെ അവിടെ പിന്നെ നമുക്ക് ഇഷ്ടം അനിഷ്ടം, ഇത് പറ്റില്ല അത് പറ്റില്ല, അങ്ങനെ ഒന്നുമില്ല. സങ്കടം വന്നാലും സന്തോഷം വരുമ്പോഴും എല്ലാം മനസ്സിനെ ഒരു സമ അവസ്ഥയില് നമുക്ക് നിർത്താൻ സാധിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സങ്കടം വരുമ്പോ നമ്മൾ ഭഗവാനെ വെറുക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോ ഭഗവാനെ വെറുക്കുന്ന വിധത്തിലോ, വെറുക്കല്ല, മറക്കുക, ആ ഒരു അവസ്ഥയൊന്നും ഇല്ലാത്ത ഒരു മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടായിത്തീരാണ് യഥാർത്ഥ ഭക്തന്, ഉത്തമ ഭക്തന്. അപ്പോ പറയാണ്, ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിലെ ആ നഖചന്ദ്രന്റെ നിലാവ് പോലെ എന്ന് പറഞ്ഞാൽ തണുത്ത മനസ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കാരുണ്യാർദ്രമായ ഒരു മനസ്സ് എനിക്ക് ഉണ്ടാവണേ. അങ്ങനെ ഞാൻ ഇനിയുള്ള കാലം ഈ ലോകത്തിൽ സഞ്ചരിച്ചോളാം എന്ന് ഭഗവാന്റെ മുന്നില് പ്രതിജ്ഞ എടുക്കാണ് ഭക്തകവിയായിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. പിന്നെ ഈ ഭക്തി പലതരത്തിലാണ്. ഉത്തമ ഭക്തി, മധ്യമ ഭക്തി, പ്രാകൃത ഭക്തി. അങ്ങനെയുള്ള ആ ഭക്തന്മാരുടെ സ്വഭാവങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഭക്തന്മാര് എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ സ്വന്തം ആളുകളാണ് എന്നാണ്. ഭഗവാന്റെ സ്വന്തക്കാര് എന്ന് പറയാ, അങ്ങനെയാണ്. ഭവദീയ എന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ദശകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഭഗവാന്റെ സ്വന്തം ആളുകള്. അപ്പൊ അവരെ ഭഗവാൻ കൈ പിടിച്ചു തന്നെയാണ്. ഭഗവാന്റെ കയ്യ് നമ്മളെ ഭഗവാൻ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഒരു കുട്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ഥലത്ത് പോകുമ്പോ അച്ഛൻ ആ കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല, നല്ല ധൈര്യത്തിൽ തന്നെ ഇരിക്കും. അപ്പോ ഒരു വിമാനയാത്രയുടെ കഥ എപ്പോഴും ഉദാഹരണമായിട്ട് ഗുരുനാഥന്മാര് പറയാറുണ്ട്. ഒരു വിമാനം വളരെ ഉയരത്തിൽ പറക്കുമ്പോ പെട്ടെന്ന് ധാരാളം ഇതുണ്ടാവുകയാണ്, ടെർമൈൽ ഉണ്ടാവുകയാണ്, ഒരുപാട് കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോ വിമാനത്തില് എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടു. എല്ലാവരും കരയാണ്, ശരിക്കും ഭഗവാനെ എന്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. സാധാരണ ഒരു വിമാനയാത്രയിൽ ഉണ്ടാവുന്ന ഒരു സംഗതികളാണ്. പക്ഷെ അത് കൂടുതലാവുമ്പോഴാണ് എല്ലാവരും ഭയപ്പെടുന്നത്. അപ്പൊ എയർ ഹോസ്റ്റസ് എല്ലാവരും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആളാണ്, ആരും ഭയപ്പെടരുത് എന്നൊക്കെ പറഞ്ഞൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും അത് എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് അത്രയ്ക്കൊന്നും മനസ്സിന് ധൈര്യമുള്ളവരുണ്ടാവില്ല. അപ്പൊ ഒരു കുട്ടി ആ കുട്ടിയുടെ കയ്യില് ഒരു കളിപ്പാട്ടം അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അതൊക്കെ അന്തരീക്ഷം ശാന്തമായി, വിമാനം സ്മൂത്തായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോ ഈ കുട്ടിയുടെ അടുത്തിരിക്കുന്ന ഒരാള് കുട്ടിയോട് ചോദിച്ചു,
മോനെ, നിനക്ക് ഒട്ടും പേടി തോന്നിയില്ലേ? എല്ലാവരും കരയും ബഹളം കൂട്ടൊക്കെ ചെയ്യുമ്പോ നീ വളരെ സന്തോഷമായിട്ട് നിന്റെ കളിപ്പാട്ടം വെച്ച് കളിക്കായിരുന്നല്ലോ. ഒരു 8 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി പറയാണ്, എനിക്ക് ഒട്ടും പേടിയില്ല അങ്കിൾ. കാരണം എന്താന്നറിയോ? എന്റെ അച്ഛനാണ് വിമാനം പറപ്പിക്കുന്നത്. എന്റെ അച്ഛനാണ് പൈലറ്റ്. അപ്പോ അച്ഛൻ ഞാനിതിലുണ്ട്. അപ്പൊ അച്ഛൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ ഒരു സംഗതിയും ചെയ്യില്ല. അല്ലെങ്കിൽ അച്ഛൻ രക്ഷിച്ചോളൂ എന്നെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അച്ഛൻ നല്ലൊരു പൈലറ്റാണ്. അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള പൈലറ്റാണ് എന്റെ അച്ഛൻ. അപ്പൊ അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ഒരു ഉറപ്പാണ് നമുക്കൊക്കെ വേണ്ടത്. നമ്മള് നമ്മളുടെ ജീവിതമാകുന്ന ഈ വിമാനം കൊണ്ടുപോകുന്നത് ഭഗവാനാണ്. പൈലറ്റ്, സാരഥി അദ്ദേഹമാണ്. നമുക്ക് എന്തിനു ഭയപ്പെടണം? പിന്നെ ആരോടും വിരോധമില്ലാതെ, പാവങ്ങളുടെ പേരിൽ ദയ, ശത്രുക്കളോട് വിരോധമില്ലാതെ എല്ലാവരോടും ഒരേ നിലയിൽ പെരുമാറാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണേ എന്നാണ്. അപ്പൊ അങ്ങനെ ഉത്തമ ഭക്തനാവുമ്പോ അങ്ങനത്തെ സംഗതികള്. പിന്നെ ഒരു സാധാരണ ഭക്തനാവാനെങ്കിലും എന്നെ സഹായിക്കണേ എന്നാണ്. ഇപ്പൊ ചിലർക്കൊക്കെ ഒരു പ്രതിമ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് പൂജയൊന്നും വേണ്ട, അല്ലാതെ തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കും. മാനസ പൂജയൊക്കെ ചെയ്യാൻ സാധിക്കും ഒരു ലെവലൊക്കെ കഴിഞ്ഞാല്. അപ്പൊ നമ്മളൊന്നും ആ ലെവലിൽ എത്താത്തിടത്തോളം നമുക്കൊക്കെ ഒരു രൂപം വേണം, ധ്യാനിക്കാൻ ഒരു ഭാവം വേണം, എല്ലാം വേണം. അപ്പൊ അങ്ങനെയെങ്കിലും അതിനെങ്കിലും എനിക്ക് എന്റെ ഭക്തിയെ വർദ്ധിപ്പിച്ച് അവിടെ വരെയെങ്കിലും എത്തിച്ചു തരണേ എന്നാണ്. അങ്ങനെ ഞാൻ സേവിച്ച് താമസിയാതെ ഞാനൊരു ഉത്തമ ഭക്തന്റെ നിലയിലേക്ക് എത്താൻ ശ്രമിക്കാം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഏത് ലെവലിലുള്ള ഭക്തനായിക്കോട്ടെ, നിങ്ങൾക്കിപ്പോ അറിവ് കുറവാണ്, ശരി, സമ്മതിച്ചു, അതിലൊന്നും വിരോധമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭക്തിഭാവം നിങ്ങളിൽ വളർത്താൻ ശ്രമിക്കൂ. അതിൽ നിന്ന് നിങ്ങൾ ഉയർന്നുയർന്ന് ഒരു ഉത്തമ ഭക്തന്റെ പദവിയിലേക്ക് നിങ്ങൾ എത്തും. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തന്നെ നമുക്ക് നൽകും എന്നാണ്. പിന്നെ ഇവിടെ വീണ്ടും ആ മായയുടെ സ്വരൂപം വിവരിക്കുകയാണ്. അതിൽ നിന്ന് മോചനം എങ്ങനെയാണ് ലഭിക്കുക എന്നാണ്. അതിനും ഭക്തി തന്നെയാണ് അതിനുള്ള ഉപാധിയായിട്ട് പറയുന്നത്. ഇപ്പൊ എല്ലാറ്റിനെയും മായയുടെ പ്രത്യേകത എന്താണ്? മായയ്ക്ക് 2 ശക്തികളാണ്. ഒന്ന്, അതിനെ ഒരു ആവരണം, എന്താണോ സത്യമായത് അതിനെ മായ മറയ്ക്കുകയാണ് ചെയ്യുന്നത്, ഒരു ആവരണം. പിന്നെ വിക്ഷേപം, അങ്ങനെയാണ് 2 തരത്തിലാണ് പറയുക. അപ്പൊ അവിടെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ആ വെളിച്ചമില്ലാത്ത സമയത്ത് അവിടെ കയറ് കണ്ട ആ കഥ തന്നെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. പിന്നീട് ഈ ഭക്തിഭാവം എന്നുള്ളത് നമ്മുടെ പൂർവജന്മങ്ങളിൽ നിന്ന് ആർജിച്ചിട്ടുള്ള ആ സ്വഭാവത്തിൽ കൂടിയും, അപ്പൊ നമ്മളുടെ പൂർവ്വപിതാക്കള് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാര്, നമ്മുടെ ഗുരുനാഥന്മാര് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിൽ ഭക്തി ഉണ്ടാക്കാനുള്ള ഓരോ ഉപാധികളാണ്. നമ്മള് അങ്ങനെയുള്ള ഒരു വീട്ടിലാണ്, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചത് എന്ന് വെച്ചാൽ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണ അവരുടെ അടുത്തു നിന്ന് ലഭിക്കും. അത് തന്നെയാണ്. അപ്പൊ പേരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുമല്ലോ. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഓരോ സംഗതികളും പഠിച്ച് പിന്നീട് നമ്മൾ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആവാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് സ്വയം തോന്നാണ് നമുക്കിതൊക്കെ പഠിക്കണം, നമുക്കിതൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ തുടക്കം അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ മായയുടെ അധിപതിയായിട്ടുള്ള ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് മായയെ അതിജീവിക്കാനുള്ള ഒരു ഉപാധി. അത് മാത്രമാണ്. കാരണം മായ എന്നുള്ളത് ഭഗവാനിലുള്ളത് തന്നെയാണ് മായ എന്നുള്ളത്. അപ്പൊ മായ ഇല്ലാതെ ആവാനും അല്ലെങ്കിൽ മായയിൽ പെടാതിരിക്കാനും ഭഗവാനെ തന്നെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മായ കൊണ്ടാണ് നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നത്. ഇപ്പൊ ഇതൊക്കെ കുറെ സംഗതികൾ നമുക്ക് വേണം എന്ന് തോന്നും. അത് കിട്ടാതെ വരുമ്പോ ദേഷ്യവും വിരോധമൊക്കെ തോന്നും. കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള പ്രയാസം തോന്നും. ഇതെല്ലാം മായയുടെ പല പല രൂപങ്ങളും ഭാവങ്ങളുമാണ്. അതാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നീട് ഭഗവാന്റെ
കൃത്യമായിട്ടുള്ള ആ ഭഗവത് തത്വജ്ഞാനം ഭക്തിവർദ്ധനവിന് മായാജയത്തിന് ഒക്കെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം ഇവിടെ ഉപസംഹരിക്കുന്നത്. അപ്പോ ഓരോരുത്തരുടെയും ദുഃഖങ്ങള് കാണുമ്പോ നമ്മളപ്പോ ചിലപ്പോ വിചാരിക്കും, ചിലരുടെ ദുഃഖങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഭഗവാനെ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഓരോരുത്തരുടെ ഇപ്പൊ രോഗാവസ്ഥയെ പറ്റിയിട്ടായാലും ഒക്കെ നമ്മൾ പറയും അങ്ങനെ, ഭഗവാനെ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, നമുക്കൊക്കെ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നീട് എങ്ങനെയാ ആ ഭക്തി വർധനവ് ഉണ്ടാകുന്നത്? അപ്പൊ ഇതൊക്കെ ഓരോ സംഗതികളും നമ്മളൊരു സെൽഫ് അനാലിസിസ് ചെയ്യുന്നത് അത് തന്നെ ഭക്തി വർധനയ്ക്ക് കാരണമാവും. അപ്പൊ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മള് സ്വയം ഒന്ന് അതിനെ അനലൈസ് ചെയ്യുക. എന്തുകൊണ്ടാണ് എനിക്കിത് ഉണ്ടായത്? ഏത് ഭാഗമാണ്, എന്താണ് എന്നിൽ തെറ്റു വന്നത്? എങ്ങനെയാണ് ഞാൻ അതിനെ തിരുത്തേണ്ടത് എന്ന് നമ്മൾ തന്നെത്താനെ ഒരു അപഗ്രഥനം നടത്തുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ, പക്ഷെ നമ്മുടെ ഒരു പ്രവൃത്തി അതിലേക്ക് വരുമ്പോ നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിട്ട് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ മായയുടെ ആവരണത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ആ മായയെ ജയിച്ച് ഭഗവാനെ ഭജിച്ച് ആ തൃക്കാൽ ഭജനം കൊണ്ട് തന്നെ സുഖം അനുഭവിക്കാം. അശേഷ രോഗാൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. എല്ലാ രോഗങ്ങളെയും മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഈ ദശകവും കൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിന്റെ രോഗം മാത്രമല്ല എന്നുള്ളത് ഇതിനകം നമുക്കെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു നാടകം പോലെയാണ് ഇപ്പൊ ജീവിതം എന്നുള്ളത്. അപ്പോ അവിടെ വിവേകം ഉദിക്കുക, പിന്നെ ആ ഒരു മായയെ ജയിക്കുക. അപ്പൊ അതാണ്, മായയെ ജയിക്കുന്നതാണ് അവസാനം. അപ്പൊ മായ എന്നുള്ളത് ശരിക്ക് ഒരു വല പോലെയാണ്, നെറ്റ്. അതിൽ പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ അതിൽ കിടന്ന് എൻടാങ്കിൾ ആവുക ചെയ്യാം. അതിൽ നിന്ന് വിട്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെയാണ് ആ വിവേകം ഉദിക്കേണ്ടത്. അപ്പൊ വിവേകം ഉദിച്ചാൽ ആ മായ എന്നുള്ള ആവരണത്തെ, അല്ലെങ്കിൽ ആ വലയിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. അപ്പൊ വിവേകം ഉദിക്കുക, മായാജയം, അതിനൊക്കെ അപ്പൊ അതൊരു നാടകം പോലെ. അപ്പൊ ഇതൊക്കെ ഈ നാടകത്തിലെ അഭിനേതാക്കളാണ് നമ്മളൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ ഭാഗം, നമ്മുടെ ആ നാടകത്തിലെ നമ്മുടെ രംഗം, നമ്മുടെ ഭാഗം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കണം കുറെ കാര്യങ്ങള്. പിന്നെ ഭക്തി കൊണ്ട് ഉണ്ടാകുന്ന ഭഗവാന്റെ അനുഗ്രഹവും. അങ്ങനെ ഇനിയുള്ള ജീവിതം ആ മായാകൽപിതമായിട്ടുള്ള, അല്ലെങ്കിൽ മായയുടെ ആവരണത്തിൽ നിന്ന് വിട്ട് യഥാർത്ഥ ആ ജ്ഞാനം ആർജിക്കാനുള്ള ഒരു വഴിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ നാരായണീയ പഠനം നമുക്ക് അതിനൊക്കെയുള്ള ഒരു വഴിയാക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം, 91ാമത്തെ ദശകം, നമുക്ക് ആദരപൂർവം, ഭക്തി ആദരപൂർവം ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം.